നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പുമായി കേരളവും. അഭിപ്രായ സമന്വയത്തിലൂടെ തീരുമാനമെടുക്കണം. കേന്ദ്രത്തിന്റേത് ധൃതി പിടിച്ച നീക്കമെന്ന് മുഖ്യമന്ത്രി. മണ്ഡല പുനർനിർണയത്തിനെതിരായ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. കേന്ദ്രവുമായി നേർക്കുനേർ പോരിന് തമിഴ്നാട് സർക്കാർ. കേന്ദ്ര സഹായത്തിനായി അഭിമാനം പണയം വയ്ക്കാനില്ലെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. രൂപ ചിഹ്നം മാറ്റിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമെന്ന് നിർമ്മല സീതാരാമൻ. ഇടുക്കി ഗ്രാമ്പയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തി. കടുവയെ കണ്ടത് കൂട് സ്ഥാപിച്ചിടത്തു നിന്ന് 300 മീറ്റർ അകലെ. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് വനം വകുപ്പ്. കണ്ണൂരിൽ പന്നിപ്പടക്കം പൊട്ടി, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്ക്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട. പ്രതികളിൽ SFI നേതാവും. ഇടുക്കി അടിമാലിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ചവറയിൽ MDMA പിടികൂടി. പരസ്യപ്രതികരണത്തിൽ പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചിപ്പിച്ച് MV ഗോവിന്ദൻ. പത്മകുമാറിന്റെ നടപടി സംഘടനാപരമായി തെറ്റ്. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു റിപ്പോർട്ട് മോഷണം പോയെന്നും പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ K രാധാകൃഷ്ണൻ EDയുടെ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ല. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ സമയം നീട്ടിച്ചോദിച്ചു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് MV ഗോവിന്ദൻ. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. കൊല്ലം കടക്കലിൽ ക്ഷേത്രോത്സവത്തിൽ CPM പ്രചാരണ ഗാനവും പാർട്ടി ചിഹ്നവും. ക്ഷേത്രങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കമെന്ന് VD സതീശൻ വിമർശിച്ച് BJP. വാർത്തയിലേക്ക് വിശദമായി. മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പുമായി കേരളം. അഭിപ്രായ സമന്വയത്തിലൂടെ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും കേന്ദ്രത്തിന്റേത് ധൃതി പിടിച്ച നീക്കമാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ത്രിഭാഷാ വിവാദത്തിൽ കേന്ദ്രവുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ 2152 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കാതെ കേന്ദ്രം വഞ്ചിച്ചതായി തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരശ് ബജറ്റ് അവതരണത്തിനിടെ വിമർശിച്ചു. കേന്ദ്രവിഹിതത്തിനായി അഭിമാനം നഷ്ടപ്പെടുത്തില്ലെന്നും വിദ്യാഭ്യാസത്തിനായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഭാഷാ വിവാദത്തിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കി പുതിയ പോർമുഖം തുറന്ന സ്റ്റാലിൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും കേന്ദ്ര വിമർശനം ഇടം പിടിച്ചു. ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ചത് 2152 കോടി രൂപയാണ്. സാമ്പത്തിക ബാധ്യത വന്നാലും കേന്ദ്രത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ദ്വിഭാഷാ നയം തന്നെ തുടരുമെന്നും ധനമന്ത്രി തങ്കം തെന്നരശ് പ്രഖ്യാപിച്ചു. 2000 கோடி ரூபாய் நிதியினை இழந்தாலும் இருமொழி கொள்கையினை விட்டுத்தர மாட்டோம் என கொண்ட கொள்கையில் உறுதியாக நின்று தமிழ்நாட்டின் தன்மானம் காத்த மாண்புமிகு முதலமைச்சர் அவர்களின் பின்னால் തമിഴ്നാട്ട് മക്കൾ അനേവരും അണിവകുത്തുള്ളனர். വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനുള്ള പദ്ധതിക്ക് 10 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിനിടെ മണ്ഡല പുനർനിർണയത്തിനെതിരായ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യനും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ഈ മാസം 22-ന് ചെന്നൈയിലാണ് സമ്മേളനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കണ്ണൂർ പായത്ത് പന്നിപ്പടക്കം പൊട്ടി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ആര്യക്കളത്തെ വമ്പേരി രോഹിണിക്കാണ് പരിക്കേറ്റത്. വൈകിട്ട്
3:45 സംഭവം ഉണ്ടായത്. തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കണ്ടെത്തിയ ചാക്കുകെട്ട് മാറ്റുന്നതിനിടെ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. മുഖത്തും നെഞ്ചിലും കാലിലും മുറിവേറ്റ രോഹിണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തി. കൂട് സ്ഥാപിച്ചിടത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് കടുവയെ കണ്ടത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. പ്രിൻസ് ജെയിംസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ കടുവയെ കണ്ടതോടുകൂടി നാട്ടുകാരൊക്കെ വലിയ ഭയത്തിലായിരുന്നു. ഇപ്പോൾ എന്തായാലും കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് കൂടി വനംവകുപ്പ് അറിയിക്കുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ എന്താണ്? ഏതാനും ആഴ്ചകളായി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പലയിടത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ ഒരേ ദിവസം തന്നെ 2 തവണ കടുവയെ കാണുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ഗ്രാമ്പിയിലെ LP സ്കൂളിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ കടുവ എത്തുകയും ഈ പ്രദേശത്ത് മേയാൻ വിളിക്കുന്ന 2 പശുക്കളെ ആക്രമിക്കുകയും ഒക്കെ ഒരു വളർത്തുനായി ആക്രമിക്കുകയും ചെയ്തൊരു സംഭവമുണ്ടായി. തുടർന്ന് വനംവകുപ്പും ഈ കടുവയെ കാണുകയും ചെയ്തു. തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം കടുവയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും ഇരയെ സ്ഥാപിക്കുകയും ചെയ്തത്. എന്നാൽ തൊട്ടടുത്ത ദിവസം കടുവ ഈ മേഖലയിലേക്ക് എത്തിയില്ല. തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി രാത്രികാലത്തിൽ പോലും നിരീക്ഷണം നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുവ പരിക്കേറ്റിരുന്നു എന്നുള്ള സംശയം വനംവകുപ്പ് മുൻപേ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് രാത്രിയോടെ കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. കൂട് സ്ഥാപിച്ച പ്രദേശത്ത് നിന്നും ഏകദേശം 300 മീറ്റർ മാറി ഒരു കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്താണ് കടുവ ഇപ്പോഴുള്ളത്. കടുവയ്ക്ക് കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിഗമനം. ഇതുകൊണ്ട് തന്നെ ഇത് കാര്യമായി നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ കുറ്റിക്കാട് തന്നെ നിൽക്കുകയാണ്. ഒപ്പം ഈ പ്രദേശത്തിന് വളരെ ചേർന്ന പ്രദേശമായതുകൊണ്ട് ഈ കൂടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇരയെ എടുക്കുന്നതിനായി കടുവ ഈ കൂടിലേക്ക് തന്നെ എത്തുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പ് രാത്രി നിരീക്ഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ചും വളർത്തുമൃഗങ്ങളെയൊക്കെ അഴിച്ചുവിട്ട് ഇരുന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ തീർച്ചയായും ഇരയെ എടുക്കുന്നതിനായി ഈ കൂടിന് സമീപത്തേക്ക് എത്തുമെന്നും കുടുങ്ങുമെന്നുമാണ് വനംവകുപ്പ് കരുതുന്നത്. എന്തായാലും രാത്രിയിൽ അടക്കം നിരീക്ഷണം തുടരുകയാണ് വനംവകുപ്പും. ഈ വനംവകുപ്പ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ ഉൾക്കൊള്ളുന്നുണ്ടോ? നാട്ടുകാർ വലിയ ഭയത്തിലൊക്കെ ആയിരുന്നല്ലോ. ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? നാട്ടുകാരിൽ നിന്ന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉയരുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ വനംവകുപ്പിന്റെ ഒരു പ്രതീക്ഷ കടുവ ഈ കൂട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ്. കാരണം കടുവയ്ക്ക് അധികം ദൂരേക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും കാലിന് ഗുരുതരമായ ഒരു പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇരയെ തേടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതും. ഒപ്പം ഈ കൂടിന് സമീപത്തായിട്ട് ഏകദേശം 300 മീറ്ററോളം മാറി നിലയുറപ്പിച്ചിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. ഒപ്പം മറ്റ് വളർത്തുമൃഗങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറക്കുന്ന നിർദ്ദേശം നൽകിക്കുന്നതുകൊണ്ട് തന്നെ കടുവ ഇരയെ തേടി ഈ കൂട്ടിലേക്ക് എത്തും എന്നാണ് വനംവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെടിവെച്ച് പിടിക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഈ കൂട്ടിലേക്ക് രാത്രിയിലേക്ക് എത്തും എന്ന് കരുതുന്നു. അപ്പം ഈ ആവശ്യമെങ്കിൽ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി വെറ്റിനറി സംഘവുമുണ്ട്. ഗുരുതരമായ പരിക്ക് അല്ല എങ്കിൽ ചികിത്സയ്ക്ക് ശേഷം വനമേഖലയ്ക്ക് ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു സാഹചര്യമായിരിക്കും. അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഈ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, ഗ്രാമ്പി മേഖലകളിലായി ഏതാനും നാളുകളായി ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം മേഖലയിൽ വേണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കടുവ നിരീക്ഷണത്തിലായത് ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവശനിലയിലായതുകൊണ്ട് തന്നെ ഉടൻ കൂട്ടിൽ കടക്കും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ലഹരി കണ്ണികൾ തേടി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളിൽ ഒരാളായ അഭിരാജ് SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന SFIയുടെ വാദം പോലീസ് തള്ളി. പിടിയിലായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിടിയിലായ ആകാശിനെ റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കഞ്ചാവ് ശേഖരമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ഥലത്തുനിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്തുനിന്ന് 9 ഗ്രാം
9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ടിടുന്നത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. പരാതികൾ നൽകുന്നുണ്ട് അതുമായി. എന്നാൽ വാദം തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അവര് കയ്യോടെ പിടികൂടിയ കേസാണ്. റെയ്ഡിനിടെ പോലീസിനെ കണ്ട് ഓടിയത് KSU പ്രവർത്തകരാണെന്നാണ് SFIയുടെ ആരോപണം. ഇക്കാര്യം നിഷേധിച്ച് KSUവും രംഗത്തെത്തി. പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. റെയ്ഡും അറസ്റ്റും വൻ രാഷ്ട്രീയ വിവാദം ആവുകയാണ്. SFIയെയും സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിയുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പിടിയിലായവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കഞ്ചാവ് വിൽപ്പനക്കാരോടാണ് സർക്കാരിന് പ്രതിബദ്ധതയെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റപ്പെടുത്തി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, കോട്ടയത്തും പൂക്കോടും നടന്നത് ഇതുതന്നെയാണ്. പിന്നിൽ KSU എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇവരാ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ? എത്ര സ്ഥലത്തായി? ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ പറയില്ല, 2 സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല. ഇത് 1 ഡസനിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു. അപ്പൊ പിന്നെ അത് ഒളിച്ചു വയ്ക്കുക. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയോ? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആളെ കൊന്നിട്ട് 52 വെട്ടുവെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കുക. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ, അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം. ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് പറഞ്ഞു. കൊല്ലം ചവറയിൽ 17 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. പന്മന വടുതല സ്വദേശി ഗോകുലാണ് പിടിയിലായത്. പുലർച്ചെ 3 മണിയോടെയാണ് പ്രതിയെ പിടികൂടിയത്. ബോക്സിംഗ് താരവും പരിശീലകനുമാണ് ഗോകുൽ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല.
ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇഡിക്ക് മറുപടി നൽകി. തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് CPM നേതാവും MPയുമായ കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നിർദ്ദേശം നൽകിയത്. ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അന്ന് നടത്തിയ ചില ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് ഇഡി പറയുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മറുപടി നൽകി. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് യാതൊന്നും നോട്ടീസിൽ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുടനെ എല്ലാ കവറും നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇഡിയിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇഡിയുടെ നീക്കം. ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കെ രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയ സംഭവം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇഡിയുടെ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നേരത്തെ പറഞ്ഞതാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും മെല്ലെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം. ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇഡി ഇടപെട്ട് തുടങ്ങിയത്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ഇഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്സവാഘോഷത്തിനിടെ വിപ്ലവ ഗാനം പാടിയത് ചർച്ചയാകുന്നു. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രോത്സവത്തിലെ കലാപരിപാടികളിൽ വിപ്ലവ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് കോൺഗ്രസും BJPയും രംഗത്ത് വന്നത്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് ഗായകൻ അലോഷി പാടിയത്. കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ CPMന്റെ പ്രചരണ ഗാനങ്ങളും വിപ്ലവഗാനങ്ങളും പാടിയതിലാണ് എതിർപ്പ്. ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവയ്പിൽ പരുക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പനെക്കുറിച്ചുള്ള പാട്ടുകളടക്കമാണ് പാടിയത്. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ സംഗീത പരിപാടി. CPM DYFI കൊടികളുടെയും ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് വിമർശനം. ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പൊ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. ഇതുവരെ സംഭവത്തിൽ പ്രാദേശികമായി പരാതി ഉയർന്നിട്ടില്ലെന്ന് CPM ലോക്കൽ സെക്രട്ടറി ദീപു പറയുന്നു. അവിടെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവിടെ സഹകരിച്ചാണ് അവിടെ ഉത്സവം നടന്നത്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഓരോ രാഷ്ട്രീയ പാർട്ടികളും അത് നടക്കരുത്. പിന്നെ അത് ചെയ്യുന്നത് തെറ്റാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് അവിടെ ഉത്സവം നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഉത്സവം നടത്തുന്നതെന്നാണ് CPMന്റെ വാദം. ന്യൂസ് 18 കൊല്ലം. എ പത്മകുമാറിന്റെ നടപടി സംഘടനാപരമായി തെറ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പരിശോധനയുണ്ടാകും. പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലരാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു റിപ്പോർട്ട് മോഷണം പോയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എങ്ങനെ പോയെന്ന് പാർട്ടി പരിശോധിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. നമ്മളെ ഒരു റിപ്പോർട്ട് മോഷണം പോയി റിപ്പോർട്ട് നോക്കണം, എങ്ങനെയാ പോയത് നോക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കണം എന്നാ പറഞ്ഞത്, നോക്കിയില്ല. നോക്കണത്രേ, നോക്കാം, നേരം പറയാണെങ്കിൽ. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജ് ബെഷക്കോവിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ലിത്വാനിയൻ പൌരൻ പിടിയിലായത്. അമേരിക്കയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ശേഷം അവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു. 1263 കോടി രൂപയുടെ തട്ടിപ്പ് പ്രതി ലോകവ്യാപകമായി നടത്തിയെന്ന് പോലീസ് അറിയിച്ചു. ദുരൂഹ നീക്കങ്ങളായിരുന്നു ബെസിവിക്കോവിന്റേത്. ക്രിപ്റ്റോ കറൻസി വഴി തീവ്ര സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ രൂപയിൽ 1.5 ലക്ഷം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അമേരിക്കയിൽ നടത്തിയതായാണ് വിവരം. വർക്കലയിലെ ഹോം സ്റ്റേയിൽ 1 മാസത്തോളം വിനോദസഞ്ചാരി എന്ന വ്യാജേന കുടുംബസമേതം സുഖജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് കുടുംബം തിരികെ പോയെങ്കിലും ഇയാൾ ഹോം സ്റ്റേയിൽ തുടർന്നു. പ്രതിക്ക് വേണ്ടി പട്യാല കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ സഹായം തേടി. 1263 ക്രോർസ് വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഗ്യാരന്റിക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് 145 ഓൾമോസ്റ്റ് $146 മില്യൺ ആണ്. അപ്പൊ ഇത് 2020 നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് കുറ്റവാളി ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും വർക്കല പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനു ആണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ ചോഴിയങ്കാട് വിഷ്ണു പോലീസിന്റെ പിടിയിലായി. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കൊല്ലപ്പെട്ട മനു വിഷ്ണുവിൽ നിന്ന് 6000 രൂപ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇത് തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൌമ്യയാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിലാണ് സൌമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാ ശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം ഭർത്താവും ഭർത്തൃമാതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദന്ത ഡോക്ടറായ സൌമ്യ 4 വർഷം മുൻപാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. 75 വയസ്സുള്ള സരോജിനിക്കാണ് മർദ്ദനമേറ്റത്. തിരുവല്ല കവിയൂരിലാണ് സംഭവം. മകൻ സന്തോഷിനെ പോലീസ് പിടികൂടി.
കണ്ണൂരിൽ പോക്സോ കേസിൽ 23-കാരി അറസ്റ്റിലായി. 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചതായാണ് പരാതി. കൊല്ലം ആവണീശ്വരത്ത് നിന്നും കാണാതായ 13-കാരിയെ കണ്ടെത്തി. താൻ മലപ്പുറം തിരൂരിലുണ്ടെന്ന് കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാതാവ് വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. കേസെടുത്ത കുഞ്ഞിക്കോട് പോലീസ് അന്വേഷണം നടന്നുവരവെയാണ് മലപ്പുറം തിരൂരിൽ കുട്ടിയുള്ളതായി വിവരം ലഭിച്ചത്. കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി ആശുപത്രി വിട്ടു. കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രി വിട്ടത്. മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി. താൻ തന്നെയാണ് മരുന്നെടുത്ത് നൽകിയതെന്നും ഇയാൾ വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത്. ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി. ഇതോടെ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി. ഇതിനുശേഷമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു. തുടർന്നാണ് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അതിനിടെ സിറപ്പ് ഇല്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി. താൻ തന്നെയാണ് മരുന്ന് എടുത്ത് നൽകിയതെന്നും മരുന്ന് കഴിക്കേണ്ട അളവ് എഴുതി കൊടുത്തില്ലെന്നും ഉടമ EK നാസർ മൊഴി നൽകി. മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു. എന്നാൽ കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പിനെതിരെയുള്ള ജനരോക്ഷം തുടരുകയാണ്. ഇന്നലെ യുവജന സംഘടനകൾ ഖദീജ മെഡിക്കൽസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് വീണ്ടും വാക്സിനേഷന് പിന്നാലെ കുഞ്ഞു മരിച്ചതായി പരാതി. ഇടുക്കിയിലാണ് 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു മരിച്ചത്. വാക്സിനേഷന് പിന്നാലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും നില വഷളായി. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ശ്വാസതടസ്സത്തിനൊപ്പം അപസ്മാരമുണ്ടായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 4 മാസമായ കുഞ്ഞ് വാക്സിനേഷന് പിന്നാലെ മരിച്ചിരുന്നു. സംസ്ഥാനത്ത് ചൂട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള വികിരണ തോതിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. അതേസമയം കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാഘാതമേറ്റു. മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാഘാതമേറ്റത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. ദേഹത്തും തോളിലും കഴുത്തിലും നെഞ്ചിലും പൊള്ളലേറ്റിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33 ദിവസം പിന്നിട്ടു. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ട്. ആശാവർക്കർമാരുമായി ഉടൻ ചർച്ച നടത്തി അനുനയ നീക്കത്തിലൂടെ സമരം അവസാനിപ്പിക്കണമെന്ന നിലപാട് LDF ഘടകകക്ഷികൾ സർക്കാരിനെ വീണ്ടും അറിയിക്കുമെന്നാണ് വിവരം. കടൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചേ നടപ്പാക്കൂ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. ഇതിനായി പഠനം നടത്തുമെന്നും ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് മത്സ്യപ്രവർത്തകരുടെ ആശങ്കകൾ അത് പരിഹരിച്ചതിന് ശേഷമേ അത് മുന്നോട്ട് പോവുള്ളൂ. അവരുടെ ആശങ്കകൾ പരിഹരിക്കും. എല്ലാ പഠനങ്ങളും നടത്തിട്ട് പോവുള്ളൂ. തുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാ പഠനങ്ങളും അവർ പറയുന്ന എല്ലാ പഠനങ്ങളും നടത്തും. അപ്പൊ അവരും പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പഠനങ്ങൾ നടത്തിയതിന് ശേഷമേ അതുണ്ടാകുള്ളൂ. അവരുടെ ഫിഷിങ്ങിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ അതുണ്ടാകുള്ളൂ. VS അച്യുതാനന്ദനെ സന്ദർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുതിയ സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായിരുന്നു സന്ദർശനം. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VSനെ നേരിൽ കണ്ട് അഭിവാദ്യം അർപ്പിച്ചതായി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ദുരന്തബാധിതർ വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയെന്ന് മന്ത്രി കെ രാജൻ. സമ്മതപത്രത്തിൽ ആവശ്യപ്പെട്ടിരുന്ന മറ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കി. ദുരന്തബാധിത പ്രദേശത്തുള്ള ഭൂമിയും വീടുകളും സ്ഥാപനങ്ങളും മറ്റും സർക്കാരിന് വിട്ടുകൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ.
സമ്മതപത്രം ഒപ്പിട്ടുവെന്ന് കരുതി ഭാവിയിൽ എന്തെങ്കിലും അധികമായി നൽകാൻ തീരുമാനിച്ചാൽ അത് നഷ്ടമാകില്ല. എല്ലാവർക്കും തുല്യമായിട്ട് മാത്രമേ സഹായം വിതരണം ചെയ്യൂ എന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വന്യജീവി പ്രശ്നത്തിൽ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ല. വനം നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിക്കുക. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ്. നിയമ നടപടികളായി പോകാൻ എല്ലാ പൌരന്മാർക്കും അവകാശമുണ്ട്. ഒരിടവേള കൂടി. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ താമരക്കുളത്ത് പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ അക്രമം. ഹോട്ടലുടമയെ ചട്ടുകത്തിന് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് യുവാക്കളടങ്ങിയ സംഘമാണ്. പൊറോട്ടയും ബീഫ് ഫ്രൈയും പാഴ്സൽ വാങ്ങിയപ്പോൾ ഗ്രേവി കുറവാണെന്ന പേരിലാണ് ആക്രമണം നടത്തിയത്. 3 പേർ ചേർന്നാണ് ഹോട്ടലിലെ സാധനങ്ങൾ അടിച്ചു തകർത്തതും ഉടമയെ മർദ്ദിച്ചതും. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. 3 പ്രതികളെയും നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെ ചാരമൂട് താമരക്കുളം ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം. 6 മണിയോടെ 3 യുവാക്കൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഗ്രേവിയും വാങ്ങിപ്പോയിരുന്നു. 1 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയ സംഘം ഗ്രേവി കുറഞ്ഞുപോയി എന്ന പേരിൽ കടയുടമയുമായി തർക്കത്തിലായി. തുടർന്ന് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. ഹോട്ടലുടമ മുഹമ്മദ് ഉവൈസ്, ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ്, ഭാര്യ മാതാവ് റെജില എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവാക്കളിൽ ഒരാൾ ചട്ടുകം ഉപയോഗിച്ച് ഹോട്ടലുടമയുടെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ 3 പേരെയും അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്.
ഹോട്ടലുടമയുടെ പരാതിയിൽ നൂർനാട് പോലീസ് കേസെടുത്തു. വള്ളികുന്നം സ്വദേശികളായ 21-കാരൻ ഷിജിൻ, 26-കാരൻ വിഷ്ണു, 25-കാരൻ അനൂപ് എന്നിവർ അറസ്റ്റിലായി. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മുരുക്കുംപുഴയിൽ ഉത്സവ ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങിയ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനാണ് മർദ്ദനമേറ്റത്. മംഗലപുരം SIയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മുരുക്കുംപുഴ സ്വദേശി 38-കാരനായ ഷിബുവിനെ മക്കളുടെയും ഭാര്യയുടെയും സാന്നിധ്യത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഈ മാസം 8-ന് രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്ര കഴിഞ്ഞ് കുട്ടികൾക്ക് കരിമ്പ് വാങ്ങാൻ പോയപ്പോഴായിരുന്നു മർദ്ദനം. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത തന്നെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് ഷിബു പറയുന്നു. മൂർത്തി നട ഫ്രണ്ട് വാതൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്നെ ബാക്കിൽ നിന്ന് 2 അടി എൻ്റെ ഷോൾഡറിൽ വീണു. നല്ല അടിയായിരുന്നു. എൻ്റെ 2 കൈയും പൊക്കാതായപ്പോൾ ഞാൻ തിരിഞ്ഞ് ആറാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ പോലീസുകാർ. അപ്പോൾ ഞാൻ എന്തിനെന്നെ അടിക്കുന്നു, എന്ത് തെറ്റാ ഉള്ളതെന്ന് ചോദിച്ചു. എന്നെ മക്കളെ മുമ്പിട്ട് അടിക്കില്ലേ, എൻ്റെ മക്കളൊക്കെ തോന്നി നിൽക്കുകയാണ്, എന്നെ അവരെ വിട്ട് മുമ്പിട്ട് അടിക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞിട്ട് പോലും എന്നെ കേൾക്കാതെ വളഞ്ഞിട്ടടിച്ച്. SI ഒറ്റയ്ക്കല്ല, SIയുടെ കൂടെ 5 പേര് ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ ഉണ്ടായിരുന്നവരാണ് എന്നെ അടിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഷിബുവിന് ഇപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗലപുരം. ഇടുക്കി ചൊക്രമുടിയിലെ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കി റവന്യൂ വകുപ്പ്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏറെ വിവാദമായതാണ്, വാർത്തയായതാണ്. ആ വിഷയത്തിലാണ് റവന്യൂ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിയോഗിച്ചിരുന്നു. ഈ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് റവന്യൂ വകുപ്പിന് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ കണ്ടെത്തിയ അപാകതകൾ ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1964 കേരള ഭൂപതിവ് ചട്ടം 8/2, 8/3 എന്നിവ പ്രകാരം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവുണ്ട്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായിട്ടാണ് ഇപ്പോൾ മന്ത്രി ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. റദ്ദാക്കിയ പട്ടയങ്ങൾ 4 ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള 4 പട്ടയങ്ങളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ, ഈ ഇടുക്കിയിലെ മറ്റ് അനധികൃത കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുകയും ചെയ്തത്. അതനുസരിച്ചുള്ള പരിശോധനയിൽ കൂടിയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ആഘോഷ തിമിർപ്പിൽ ഉത്തരേന്ത്യ. നിറക്കൂട്ടൊരുക്കിയാണ് നാടും നഗരവും ഹോളിയെ വരവേറ്റത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംഭൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ പല നഗരങ്ങളും കനത്ത സുരക്ഷയിലായിരുന്നു. ഇത് വർണ്ണങ്ങളുടെ ഉത്സവം, ആഘോഷങ്ങൾക്ക് ലഹരി പിടിക്കുന്ന നിമിഷങ്ങൾ. ശരീരത്തിൽ സ്നേഹത്തിന്റെ നിറങ്ങൾ വാരിപ്പൂശുന്നവർ പങ്കുവെക്കുന്നത് ഒരുമയുടെ ആഘോഷമാണ്. എവിടെയും വർണ്ണങ്ങളുടെ മഴവില്ല് മാത്രം. നിറങ്ങൾ വാരിവിതറിയും സ്വയം വർണ്ണങ്ങളിൽ ആറാടിയും ഓരോരുത്തരും ആവേശത്തിമിർപ്പിലാണ്. ആശംസകൾ നേർന്നും മധുരപലഹാരങ്ങൾ കൈമാറിയും ബാങ്ക് കുടിച്ചും ഹോളിയുടെ ആഘോഷലഹരിയിലാണ് നാടും നഗരവും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ഹോളി ആശംസകൾ നേർന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉത്തർപ്രദേശിലെ ഹോളി ആഘോഷം. സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ 100-ലധികം മുസ്ലിം പള്ളികൾ
ടാർപോളിൻ കൊണ്ട് മറച്ചുകെട്ടിയിരിക്കുകയാണ് UP ഭരണകൂടം. ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ഹൈന്ദവ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന സംബലിലെ ഷാഹി ജുമാ മസ്ജിദും ഇതിൽ ഉൾപ്പെടുന്നു. പ്രദേശത്ത് പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി. ജുമുഅ നമസ്കാരവും ഹോളിയും ഒരുമിച്ച് വരുന്നതിനാൽ സംഘർഷം ഒഴിവാക്കാനും സാമുദായിക സൗഹാർദ്ദം ഉറപ്പിക്കാനുമാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സച്ചിൻ ടെണ്ടുൽക്കറുടെ നേതൃത്വത്തിൽ ഹോളി ആഘോഷിച്ച് ഇന്ത്യൻ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ടീം. ഉറക്കത്തിലായിരുന്ന യുവരാജ് സിംഗിനെ സച്ചിൻ കളർ വാട്ടർ ഗൺ ഉപയോഗിച്ച് ഉണർത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ജയത്തിന് ശേഷം ഹോട്ടലിൽ വെച്ചായിരുന്നു ടീമിന്റെ ഹോളി ആഘോഷം. Housekeeping. Happy Holi. മറ്റു വാർത്തകളിലേക്ക്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മുൻ MLAക്ക് വെടിയേറ്റു. ബിലാസ്പൂരിലെ കോൺഗ്രസ് നേതാവായ ബംബർ താക്കൂറിനാണ് വെടിയേറ്റത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പിൽ പരിക്കേറ്റ MLAയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താക്കൂറിനെ കൂടാതെ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനടക്കം മറ്റ് 2 പേർക്ക് കൂടി വെടിയേറ്റു. കാനഡയുടെ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗവർണർ ജനറൽ മേരി സൈമണിന്റെ അധ്യക്ഷതയിലായിരുന്നു കാർണിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ. ഇറക്കുമതി ചുങ്കം അടക്കമുള്ള വിഷയങ്ങളിൽ US കാനഡ ബന്ധം വഷളായ ഘട്ടത്തിലാണ് കാനഡയെ നയിക്കാൻ മാർക്ക് കാർണി എത്തുന്നത്. 1.5 ലക്ഷം പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 1,31,674 വോട്ട് നേടി 85.9% വോട്ടോടെയാണ് ലിബറൽ പാർട്ടി നേതൃത്വത്തിലേക്ക് മാർക്ക് കാർണി നടന്നു കയറിയത്. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് പിന്നാലെ ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബ്രസീലിയൻ പ്രസിഡന്റിനും നന്ദി പറഞ്ഞ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശങ്ങളോട് റഷ്യ യോജിക്കുന്നുവെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും പുടിൻ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന US യുക്രൈൻ ചർച്ചകളെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറായതെന്ന് പുടിൻ പറഞ്ഞു. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉടൻ ഭൂമിയിലെത്തും. ഇവരെ മടക്കിക്കൊണ്ടുവരുന്ന സ്പേസ് എക്സ് ക്രൂ 10ന്റെ വിക്ഷേപണം ശനിയാഴ്ച പുലർച്ചെ 4:30 നടക്കും. 8 ദിവസത്തെ ദൌത്യത്തിനായി ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത്. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലുള്ള മടക്കയാത്ര പലവട്ടം മാറ്റി. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 9 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ഇരുവരെയും തിരികെ എത്തിക്കുന്നതിനൊപ്പം ISSലേക്ക് അടുത്ത സംഘം അയക്കുന്നതിനുമായിട്ടാണ് ക്രൂ 10 ദൌത്യം തീരുമാനിച്ചത്. ക്രൂ 10 ദൌത്യ സംഘം ISSൽ എത്തുന്നതോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിക്കും. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 5:18ഓടെയാണ് ക്രൂ 10 വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും 16-ാം തീയതി തിരികെ എത്തിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുൻപ് സാങ്കേതിക തടസ്സത്തെ തുടർന്ന് ദൌത്യം മുടങ്ങി. വീണ്ടും ആശങ്ക ഉയർന്നെങ്കിലും ക്രൂ 10 ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 4:30 പുറപ്പെടുമെന്നാണ് നാസയും സ്പേസ് എക്സും അറിയിച്ചത്. ഇതോടെ സുനിതയും ബുച്ച് വിൽമോറും 17-ാം തീയതി ഭൂമിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. റമദാൻ വിശേഷങ്ങളിലേക്കാണ് ഇനി. റമദാൻ വിഭവങ്ങളുടെ വിൽപ്പന തകർക്കുകയാണ് കോഴിക്കോടൻ തെരുവോരങ്ങളിൽ. നോമ്പ് തുറക്കാനുള്ള തരിക്കഞ്ഞിയും പഴങ്ങളും വിഭവങ്ങളും എല്ലാം തെരുവോരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ലഭ്യമാണ്.
ഉന്നക്കായ, സമൂസ, ചട്ടിപ്പത്തിരി, മസാല ചട്ടിപ്പത്തിരി, കായ്പോള, ബ്രെഡ് പോക്കറ്റ് എന്നിങ്ങനെ വിവിധ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. കുറ്റിച്ചിറ, ഫ്രാൻസിസ് റോഡ് മേഖലകളിലെ തെരുവോരങ്ങളിൽ വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ വീടുകളിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് വഴിയോരത്ത് വിൽപ്പനയ്ക്കെത്തുന്നത്. രാവിലെ 7 മുതൽ വിഭവങ്ങൾ തയ്യാറാക്കി തുടങ്ങും. ചൂടോടെ നൽകേണ്ടവ വൈകിട്ടേ പാകം ചെയ്യൂ. 3 മണി മുതൽ കടകളിലും താൽക്കാലികമായ കടകളിലും വിഭവങ്ങൾ ലഭ്യമാകും. 8 മണി വരെ കടകൾ തുറന്നിരിക്കും. എങ്കിലും നോമ്പ് തുറയ്ക്ക് മുമ്പ് തന്നെ എല്ലാം വിറ്റുതീരും. 4 മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും. അത്യാവശ്യം നല്ല ക്രൗഡ് വരലുണ്ട്. നമുക്ക് ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് നമ്മൾ ക്ലോസിംഗ് ആവും. പിന്നെ സ്നാക്സ് നമ്മൾ കൗണ്ടറിലോട്ട് കയറ്റും. പിന്നെ രാത്രി നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 30-നടുത്ത് വിഭവങ്ങൾ ഡെയിലി വരലുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് കട്ട്ലേറ്റ് ഉണ്ട്, കുനാഫ, പിന്നെ ബാവുബണ്ണ് അറിയും അതാണ്, പിന്നെ ഉന്നക്കായ ഉണ്ട്, പിന്നെ കിളിക്കൂടുണ്ട്, മസാല ചട്ടിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മസാല ചട്ടിപ്പത്തിരി, സമൂസ, കട്ട്ലേറ്റ് ഒക്കെയാണ് കൂടുതൽ സെയിലാവുന്നത്. 7 രൂപയുടെ വെജിറ്റബിൾ സമൂസ മുതൽ 100 രൂപയുടെ പള്ളിക്കറി, നെയ്ച്ചോർ, ബിരിയാണി വരെ ലഭ്യമാണ്. വിവിധ മാളുകളിലും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിൽ തന്നെ നോമ്പ് തുറക്കാനും സൗകര്യമുണ്ട്. യാത്ര ചെയ്യുന്നവർക്കും സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മിഠായി തെരുവിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. SM സ്ട്രീറ്റിലെയും മൊയ്തീൻ പള്ളി റോഡിലെയും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ചേർന്നാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നടത്തിയ സമൂഹ നോമ്പുതുറ കുറെ കൂടി വിപുലമായി ഈ വർഷം നടത്താൻ മിഠായി തെരുവിലെ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉന്തുവണ്ടി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും സംഘാടനത്തിൽ കൈകോർത്തു. നമ്മളൊരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ്, മാതൃകയായിട്ടാണ് SM സ്ട്രീറ്റ് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബിസിനസ്സുകാരായി, തെരുവച്ചവടക്കാരായി, എല്ലാ മതക്കാരും കൂട്ടുപിടിച്ചിട്ട് ഒരു വലിയൊരു നോമ്പുറ നടത്താമെന്ന ഈ തല മുതൽ ആ തല വരെ NP റോഡ്, ലാൻഡ് ബാൽഡ് ബിൽഡിംഗ് എല്ലാ സ്ഥലത്തും ഉണ്ട്. തെരുവച്ചവടക്കാർ, തൊഴിലാളികൾ, പോട്ടർമാർ, നമ്മളെ ജീവനക്കാർ എല്ലാവരും ഒരു കൂട്ടായ്മയാണിത്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ വർഷവും ഇനി എപ്പോഴാണ് മിഠായിൽ നോമ്പുതുറ എന്നാണ് ആളുകൾ കാതോർത്തിരിക്കുന്നത്. അത് തുടർന്ന് അങ്ങോട്ട് എല്ലാവരും സഹകരണം നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നോമ്പുതുറ എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായവും ഒന്നിച്ചിട്ട് ആഘോഷിച്ച് ജാതി മത ഭേദം തന്നെ സംഗതി മുസ്ലിങ്ങളാണെങ്കിലും അത് അങ്ങനെ വേർതിരിവില്ലാതെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് വ്യാപാരികളുണ്ട്, വഴിയോര കച്ചവടക്കാരുണ്ട്, എല്ലാ ആളുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസ നേരാണ്. 12 പേർക്ക് ഇരിക്കാവുന്ന 240 മേശകളാണ് ഇഫ്താറിന് ഒരുക്കിയത്. മിഠായി തെരുവിലും MP റോഡിലും മേശകളും കസേരകളും നിരന്നു. മലബാറിൽ തയ്യാറാക്കുന്ന വിശേഷ വിഭവങ്ങളെല്ലാം നോമ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോടിനും അതൊരു കോഴിക്കോടിന്റെ മനുഷ്യരൊരു സ്വഭാവം കാണിക്കുന്ന രീതിയാണ്. കാരണം കോഴിക്കോടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിഥികളെ സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സാണ്. അതൊരു വേറൊരു ജില്ലക്കില്ല. അപ്പൊ ഈ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ നിന്ന് വന്നാലും കോഴിക്കോട് മിഠായി തെരുവിൽ കാല് കുത്താതെ ഒരു മനുഷ്യനും ഈ കോഴിക്കോട് വിട്ടുപോകില്ല. ആ മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, നിറമില്ല, ഒന്നും പാർട്ടി വരെ ഇല്ല. അതുകൊണ്ട് ഇവിടെ തൊഴിലാളികളും വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നോമ്പെന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അതുപോലെ ഭംഗിയായിട്ടുണ്ട്. നമ്മളെ നോമ്പ് പറഞ്ഞിട്ട് റംസാൻ മാസത്തിലുള്ള നോമ്പാണ്. ആ നോമ്പ് പുണ്യ സമയത്തുള്ള നോമ്പാണ്. അത് നല്ല ഐക്യത്തോടു കൂടിയ ഇവിടെയുള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ, ഇവിടുത്തെ പോട്ടർമാർ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയാണ്. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർക്കും ഇതേപോലുള്ള സ്ട്രീറ്റ് എവിടെയും ഉണ്ടാവില്ല. ഡൽഹിയിൽ പോലും ഇതേമാതിരി ഉണ്ടാവില്ല. ഇവിടെ ആയിരിക്കും ആദ്യമായിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ കൊല്ലാണ്. ഇത് ഇനിയും നല്ലോണമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 3000-ലേറെ പേരാണ് നോമ്പുതുറയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം വൈപ്പിൻ ദ്വീപുവാസികൾക്ക് ആശ്വാസമായി വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശം. വൈപ്പിൻകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് സഫലമാകുന്നത്. റെസിഡൻസ് അസോസിയേഷൻ ഫെഡറേഷനായ ഫ്രാഗിന്റെ നിരന്തര ശ്രമമാണ് ഫലം കണ്ടത്. വൈപ്പിൻ ദ്വീപിൽ നിന്നുള്ള ബസ്സുകളുടെ നഗരപ്രവേശത്തിനായി പതിറ്റാണ്ടുകളായി കാത്തിരുന്ന യാത്രക്കാരുടെ ആവശ്യമാണ് സഫലമാകുന്നത്. 4 സ്വകാര്യ ബസ്സുകളാണ് നഗരപ്രവേശനത്തിന് എത്തുന്നത്. ഇതുകൂടാതെ 10 KSRTC ബസ്സുകളും സർവീസ് നടത്തും. ഇതോടെ 14 ബസ്സുകളാണ് വൈപ്പിനിൽ നിന്നും നഗരത്തിലേക്ക് എത്തുക. ഗോശ്രീ ജംഗ്ഷനിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
എല്ലാവരുടെയും അനുവാദത്തോടെ, ഇവിടെ സംഘടന വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനകളോടെയും ഈ ഒരു സംവിധാനം, പുതുതായി ഒരുക്കുന്ന ഈ ആധുനികമായ നമ്മളുടെ സ്വപ്നമായ ഈ സംവിധാനം എറണാകുളത്തേക്ക് പോവുക, ടൗണിലേക്ക് പോവുക, ഓഫീസുകളിലേക്ക് പോവുക, ഇതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. KN ഉണ്ണികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഫെഡറേഷനായ ഫ്രാഗ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് സർവീസുകൾ തുടങ്ങിയത്. സിനിമാ പ്രവർത്തകരായ അന്നാബെൻ, ബെന്നി പി നായരമ്പലം, പൗളി വത്സൻ, മജീദ് എടനക്കാട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ പേഴ്സണലി കോളേജിലൊക്കെ പഠിക്കുമ്പം ഇതുപോലെ 2 ബസ്സൊക്കെ കയറിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ ആയതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഒറ്റ ബസ്സിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷം. എന്തായാലും നമ്മളിത് നേടിയെടുക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഞങ്ങള് വൈപ്പിങ്ങരക്കാർ അത്ര മോശക്കാരല്ല. എന്ത് കാര്യവും ഞങ്ങൾ സമരത്തിലൂടെ നേടിയെടുക്കുന്ന ആളുകളാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഏതായാലും ഇങ്ങനൊരു സഫലമായതിൽ. കഴിഞ്ഞ ഫെബ്രുവരി 5 ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് KSRTC ബസ്സുകൾക്ക് നഗരത്തിൽ പ്രവേശിക്കാൻ പെർമിറ്റ് നൽകിയത്. 2004 ജൂൺ 5 ഗോശ്രീ പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. വൈപ്പിൻ ദ്വീപുകാരുടെ അന്നു മുതലുള്ള ആവശ്യമായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശം. നോർത്ത് പറവൂരിൽ നിന്ന് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. കാക്കനാട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഫോർട്ട് കൊച്ചി, വൈറ്റില, പച്ചാളം, ലൂർദ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ്. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,230 രൂപ, പവന് 67,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,785 രൂപ, പവന് 54,280 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.